ആലപ്പുഴയിൽ KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മർദ്ദിച്ച സംഭവത്തിൽ വകുപ്പ് തല അന്വേഷണം തുടങ്ങി. CIT യൂണിയനിൽപ്പെട്ട ജീവനക്കാർ കൂട്ട അവധിയെടുത്ത് LDF കുടുംബയോഗത്തിന് പോയത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് സെക്ഷൻ ഓഫീസിൽ സംഘർഷമുണ്ടായത്. സംഭവത്തിൽ മാരാരിക്കുളം പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം 2 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. CPIM അനുകൂല ജീവനക്കാർ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ നേതൃത്വം ഇടപെട്ടിട്ടും ഒത്തുതീർപ്പിലെത്തിയില്ല. തന്നെ മർദ്ദിച്ച ജീവനക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K രാജേഷ് മോൻ ഇന്നലെ ഡിവിഷൻ ഓഫീസിൽ പരാതി നൽകി. ആരോപണ വിധേയരായ ജീവനക്കാരും ഉദ്യോഗസ്ഥനെതിരെ KCBക്ക് പരാതി നൽകിയിട്ടുണ്ട്. വകുപ്പ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഡിവിഷൻ എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ KCB SL പുരം ഓഫീസിലെ മറ്റു ജീവനക്കാരിൽ നിന്നും മൊഴിയെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനും ജീവനക്കാരും നൽകിയ പരാതിയിൽ മാരാരിക്കുളം പോലീസ് രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും മുൻകൂർ ജാമ്യത്തിനായി ഇവർ ജില്ലാ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 16-നാണ് SL പുരം KCB ഓഫീസിൽ സംഘർഷമുണ്ടായത്. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ CPIM അനുകൂല സർവീസ് സംഘടനയിൽപ്പെട്ട സിബുമോൻ, സഞ്ജയ് നാഥ്, രഘുനാഥ്, ചന്ദ്രൻ എന്നിവർ ചേർന്ന് കയ്യേറ്റം ചെയ്തെന്നാണ് പരാതി. LDFന്റെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാൻ ജീവനക്കാർക്ക് കൂട്ട അവധി നിഷേധിച്ചതാണ് ആക്രമണത്തിന് പ്രേരണ. അതേസമയം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് ഒരു വനിതാ ജീവനക്കാരി ഉൾപ്പെടെ 2 പേർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. 24 ആലപ്പുഴ.